ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. അവിടെ പായസം കുടിച്ചു. ചോറ് നല്ല ഇടാ. പായസം കുടിച്ചാൽ നമുക്ക് ചോറ് ഉണ്ടാവില്ല. അത് പറയാം. ചിക്കൻ ഉണ്ടാവണ്ടേ? ചിക്കൻ ഉണ്ടായാലും പറയില്ല. എനിക്ക് മാന്തൽ ഒഴിച്ചാണെങ്കിൽ മാന്താ കണ്ണരിക്കുന്നു. പണ്ടൊക്കെ സിനിമാളന്മാര് എണ്ണരിയാനേ കണ്ണരിയാനേ ഉള്ളി ഇതാക്കായിരുന്നോ. ഇപ്പം അതിനൊന്നുമില്ല. ഇപ്പം അതിനൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പം തുള്ളിക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും ആവശ്യമില്ല. നല്ല ഈ ഉള്ളിമക്ക് കുറച്ച് നേരം നോക്കിന്നാൽ മതി. കണ്ണെണ്ണ ഒരു സിസേറും കുസൂറും വെച്ചണ്ട. ഈ കണ്ണ് കേടാണ്. അപ്പം അതിനൊന്നും ആവശ്യമില്ല. നല്ല ഈ ഉള്ളിമക്ക് കുറച്ച് നേരം നോക്കിന്നാൽ മതി. കണ്ണെണ്ണ ഒരു സിസേറും കുസൂറും വെച്ചണ്ട. ഈ കണ്ണ് കേടാണ്. അപ്പം നമ്മൾ നിലത്തിന് ബാക്കി രാവിലെ നമ്മൾ തുടങ്ങിയിട്ടോ. ഇന്നലെ ഉള്ളി ഒറ്റയൊക്കെ റെഡിയാക്കി ഇന്ന് നമ്മൾ അപ്പം ഇട്ടുകൊടുക്കുകയാണ്. നമ്മൾ പരിപാടി നടന്നുകൊണ്ട് കേട്ടോ. ഇനി ലെയർ ഉണ്ടാക്കിയിട്ട് വേണം സെറ്റാക്കാൻ. ഓക്കെ, അതിന് പണിയാണ്. ഇനി ഇവിടുന്ന് ലെയർ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പുറത്തേക്ക് കിച്ചണിൽ കൊണ്ടുപോകും. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ മസാല കൂട്ടുന്ന പരിപാടി കേട്ടോ. മസാല കൂട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് 8-8 ആകുമ്പോഴും പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ 10 ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ഫോളോ മീ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ തിരിയാൻ കഴിയില്ല. ചെമ്പട്ടി ഫുള്ളാണ്. ഇതിൻ്റെ വലിയ ചെമ്പട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏറിയാണ് കഴിഞ്ഞു. വാടകയൊന്നും പറയും. വാടകയും ചെറിയ ബുദ്ധിമുട്ട്. മസാല കൊണ്ട് ഇളക്കണ സ്വസ്ഥമായിട്ട് ഇളക്കണേക്കിട്ട് പോകാൻ അവിടെ നമുക്ക് ഇളക്കാൻ കഴിയില്ല. ബുദ്ധിമുട്ടാണ്. ഇതേമാതിരി ഇപ്പോൾ ഈ പാത്രം പോലെ ശരിക്കും 5-6 കിലോ ഉള്ളി ഉണ്ട്. ഒരു 6 കിലോ ഉള്ളിക്കുള്ള വലിയ പാത്രം തന്നെ വേണം ശരിക്കും. അതിമ കരിയാക്കണ്ട വെച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? ഷർട്ടൊന്നും മാറിട്ടോ. ഷർട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നും ടീഷർട്ടില്ല. അപ്പോൾ ഒന്ന് ഷർട്ട് ഇട്ട് നോക്കിയതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് സാറല്ലേ? സ്കൂൾ തുറന്നാൽ പിന്നെ ഈ നേരത്തെ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ഒരു 4-4:30 വെച്ചിട്ട് ഇന്നലെ സ്കൂളത്തെ സാധനം ഉണ്ടാക്കാനുണ്ടാവും, ഇപ്പോഴത്തെ സാധനം ഉണ്ടാക്കാനുണ്ടാവും. മൊത്തത്തിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും പിന്നെ 4:30 നീച്ചേണ്ടി വരും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ വൈകിയാണെങ്കിലും ഇപ്പോൾ മതി. നമുക്ക് വേറെ സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സാധനം മാത്രം ഉണ്ടാക്കിയാൽ മതി. മറ്റേ നമ്മൾ സ്കൂളിലെ സമൂസ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അതുകൂടി നമ്മൾ സമയം കാണണം. സ്കൂൾ എടുക്കുമ്പോൾ അങ്ങനെ പോട്ടെ. ഓക്കെ, സ്കൂളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നമുക്ക് ഇനിയിപ്പോൾ തേപ്പ് തുടങ്ങി വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടാണ് നമുക്ക് ടൈൽസിൻ്റെ പണി തുടങ്ങാറ്. ടൈൽസിൻ്റെ പണി തുടങ്ങിയാൽ പിന്നെ ഏകദേശം തീർന്ന മാതിരിയാണ്. ടൈൽസിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കഴിഞ്ഞു. കുറച്ച് പണിയുള്ളൂ. ഇതൊക്കെ പണിക്കാരെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അടിച്ച് തീർക്കാൻ കഴിയും. നമുക്ക് സമയമില്ലതിനനുസരിച്ചൊക്കെ എടുത്തുകൊണ്ട് നമുക്കത് ഒപ്പിച്ചാൽ. കാരണം ഇനി 1 മാസം കൂടെ ഉണ്ട്. ആ 1 മാസത്തിനുള്ളതൊക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ മഞ്ചേരി ആ പണിയെടുത്തുകൊണ്ട് പെരും മഴ പെയ്തു. പെരും ഇടിയും മഴയും കാറ്റും. ആ മഴ എല്ലായിടത്തും ഉണ്ടോ എനിക്കറിയില്ല. ഇവിടെ കാലാണ്ടൊക്കെ കുറച്ചേ പെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നല്ല മഴയായിരുന്നു.
നല്ല മഴ പറഞ്ഞാൽ 2 മണിക്കൂർ ശരിക്ക് പെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം പെയ്തുകൊണ്ട് നിന്നു പറഞ്ഞു. ആ മഴ തോട്ടിലും പിന്നെ പാടത്തൊക്കെ വെള്ളമായി. അത്രയും മഴ ഇതാണ്. എല്ലായിടത്തും കൊണ്ടുപോകാൻ എനിക്കറിയാം. കാരണം മഞ്ചേരി നല്ല മഴയാണ്. എല്ലായിടത്തും ഉണ്ടായിരുന്നോ? എൻ്റെ കമൻറ്റ് ചെയ്യട്ടോ. അധികം മല്ലിച്ചപ്പ് കേട്ടോ. വർഷക്കാലമൊക്കെ പിന്നെ ആദ്യം തുടങ്ങി തോന്നുന്നില്ലേ? ഈ സമയത്തൊക്കെ ഈ ജാതി മഴ ഇട്ട് വരുമ്പോൾ നല്ല കിട്ടലാണ്. കാരണം സ്കൂൾ തുറക്കുന്ന സമയത്ത് ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴാണ് സ്ഥിരക്ക് മഴ തുടങ്ങൽ. കുറിപ്പോൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഇനി മഴ തുടർന്നുണ്ടായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടും. നേരത്തെ പെയ്ത് കഴിഞ്ഞ് വർഷക്കാലത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞാൽ മതി. കാലത്ത് മഴ ചെയ്തോട്ടെ. നല്ല മഴ ഓറാൻ പറ്റില്ല പറഞ്ഞമാതിരി മഴ ഉണ്ടായിക്കോട്ടെ. തിരക്കുള്ള മഴ പെയ്തതുകൊണ്ട് ചില ചൂടിൻ്റെ ആക്കുണ്ടാവും. നല്ല ചൂടുള്ള സമയമായുണ്ട്. നമ്മൾ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പത്തിന് ഉണ്ടാക്കൽ തുടങ്ങി. ഇതിൻ്റെ പരിപാടി തുടങ്ങിയാണ്. 1ാം ഘട്ടം തുടങ്ങിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തീർക്കുകയാണ്. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. മറ്റേ വീഡിയോ കാണിക്കും. ഞാൻ സ്കൂളത്തെ പരിപാടികളൊക്കെ അവിടുന്ന് കാണിക്കും കേട്ടോ. മറ്റേ ചാനലിൽ കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.